കുട്ടികളൊക്കെ എവിടെ പോയി? ഇന്ന് ലീവ് പറ്റായ ടീച്ചറെ? കുട്ടികളാരും സ്കൂളിൽ കാണുന്നില്ലല്ലോ ടീച്ചറെ. നമ്മുടെ സ്കൂൾ മാർക്കറ്റ് ആയില്ലേ മാഷേ? മാഷ് അറിഞ്ഞില്ല? നമ്മുടെ സ്കൂൾ മാർക്കറ്റ് ആയില്ല ടീച്ചർ എന്നായി പറയുന്നത്. മാഷിക്ക് വന്നാട്ടെ, ഹെഡ് മാഷാണ് കുട്ടി. മാഷ് ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോവായിരുന്നു മനുഷ്യ. എത്ര അതിന്റെ പയറിന്? ഇത് 60 ഉറുപ്പ്യന്റെ പയറാണ്. നിങ്ങൾ 40 ഉറുപ്പ്യക്ക് എടുത്തോ. അപ്പൊ മുഴുവൻ പച്ചക്കറി വിറ്റ് തീർത്താ വീട്ടിലേക്കൊന്നും വേണ്ടേ കറി വെക്കാൻ? പച്ചക്കറിയിലെല്ലാം മരുന്ന് അടിച്ചു വരുന്ന, അതുകൊണ്ട് നമ്മളൊന്നും എടുക്കില്ല. നമുക്ക് തിന്നാൻ നമ്മളെ വീട്ടിൽ നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പൊ വിഷാംശമുള്ളത് നിങ്ങൾക്ക് വേണ്ട, അത് മറ്റുള്ളവർ കഴിക്കട്ടെ അല്ലേ? ഈ മുന്തിരിക്ക് എത്രയാണ്? കിലോന് 100 രൂപയാണ്. ഇന്ന് ഫ്രൂട്ട്സ് മുഴുവൻ വിറ്റ് തീർന്നല്ലോ. ഇന്ന് എല്ലാം തീർന്നു, സമാധാനായി. ഇത് മുഴുവൻ വിറ്റ് തീർത്താ നിങ്ങൾക്ക് വീട്ടിലേക്കൊന്നും വേണ്ടേ? ഇതെല്ലാം കാർബൈഡ് ഇട്ട് പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് നമ്മളിത് വീട്ടിലേക്ക് എടുക്കാറില്ല. അപ്പൊ നിങ്ങളും വിഷം കഴിക്കാൻ തയ്യാറല്ല. ഈ വെളിച്ചെണ്ണക്ക് എത്രയാ? 150 അല്ലേ? നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണാണ് ചേച്ചി. ഇതിന്റെ കൂടെ തന്നെ ഇത് ഫ്രീ ആണ്. എത്രയാണ് ഈ വെളിച്ചെണ്ണക്ക്? നിങ്ങളുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണെല്ലാം വിറ്റ് തീർന്നാ? എല്ലാം വിറ്റ് തീർന്നാ അപ്പൊ നിങ്ങളെ വീട്ടിലേക്കൊന്നും വേണ്ടേ? നിങ്ങൾ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കില്ലേ? അത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണൊന്നുമല്ല, അത് ഫുള്ളും കെമിക്കലാണ്. മസാലപ്പൊടിയും നല്ലതല്ല, ഇതൊന്നും നമ്മ ഉപയോഗിക്കാറില്ല. അപ്പൊ നിങ്ങൾക്കും വിഷാംശമുള്ളത് തിരിച്ചറിയാം. എത്രയാണ് മത്തിക്ക്? നല്ല മത്തി തന്നെയാ, കണ്ടിട്ട് ചീഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇത് രാവിലെ കയ്യോടെ പിടിച്ചിട്ട് വരുന്ന ആര് നിങ്ങളാ? 100 ഉറുപ്പ്യ തരാൻ കഴിയില്ല, വേണമെങ്കിൽ 50 ഉറുപ്പ്യ തരാം. നല്ല ഫ്രഷ് മീനാ, നിങ്ങൾക്ക് ഏടിയും പോയ മീൻ കിട്ടും. ഈ മീൻ എത്രയാണ്? മൊത്തത്തിൽ 100 ഉറുപ്പ്യക്ക് തരാം, ഇനി ഇതിന്റെ അപ്പുറം കുറക്കാൻ കഴിയില്ല. എന്നാലിതാ. മീൻ കച്ചവടം ഉഷാറായിനല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ. കംപ്ലീറ്റ് മീൻ തീർന്നു, നമ്മള് പോക്കായി. എനിക്ക് വേണ്ട, ഇത് മൊത്തം വിറ്റിട്ട് പോയി കഴിഞ്ഞാ നിങ്ങൾക്ക് വീട്ടിലേക്കൊന്നും കൊണ്ടുപോകുന്നു വേണ്ടേ? ഇത് അമോണിയെല്ലാം ഇട്ടിട്ട് വരുന്ന മീനാ, നമ്മൾ എടുക്കില്ല. നമുക്ക് വേണ്ട മീൻ ആദ്യം അപ്പൻ കടലിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോ വിഷാംശം രക്ഷപ്പെടാൻ നിങ്ങളും പഠിച്ചിനല്ലേ? മോനെ കട്ട്. എല്ലാം കിട്ടിയില്ലേ? എല്ലാം കിട്ടിയിട്ട് അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വന്നാട്ടെ. ഒരു ടീച്ചറും കുട്ടികളും ഇതിലും നല്ലൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാനില്ല. അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അപ്പൊ ഒരു കടക്കാരൻ വിഷാംശമുള്ള എന്ത് വിറ്റ് കഴിഞ്ഞാലും അത് വേറൊരു രൂപത്തില് അതേ കടക്കാരനും വിഷാംശമുള്ളതായിട്ട് തന്നെ ലഭിക്കുന്നു എന്ന് മനസ്സിലായില്ലേ? ടീച്ചർ രാവിലെ സ്കൂൾ തുറക്കാൻ പറഞ്ഞത് ഇതിനായിരുന്നല്ലേ? എന്തായാലും ടീച്ചറും പിള്ളേരും കൂടി കൊടുത്ത ഈ സന്ദേശം വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇന്നത്തെ തലമുറക്ക് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള സന്ദേശം. ഞാൻ ഈ സ്കൂളിലെ ഡ്രൈവറാണ്. അത്യാവശ്യം പച്ചക്കറികൾ നടുന്നത് ഞാൻ മരുന്നടിച്ചിട്ട് തന്നെയാണ് നടത്തുന്നത്. ഇനിയിപ്പം ഈ സന്ദേശം കണ്ടുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ടീച്ചറെ, ഈ ഒരു സന്ദേശം സോഷ്യൽ മീഡിയ വഴി നമ്മുടെ സ്കൂളിന്റെ പേരിൽ പുതിയ തലമുറക്കായി നമുക്ക് പങ്കുവെക്കാം. ഈ സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു, ടീച്ചറെ അഭിനന്ദിക്കുന്നു.